ഇന്നെവിടെയാണ് നമ്മൾ പോകുന്നതെന്നറിയോ? ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക്. വഴി അറിയില്ലെങ്കിൽ ചോദിച്ച് പോകണമെന്നാണല്ലോ നമ്മളെ സാഗർ കോട്ടപ്പുറം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും ചോദിച്ച് പോകാമെന്ന് വെച്ചു. ഗൂഗിൾ ചേച്ചിയോടെ രാവിലെ നടന്നാൽ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഹായ് ബലൂണെല്ലാം കാണുമ്പോൾ മോനെ ഓർമ്മ വരുന്നു. ഇത് ചോദിച്ച് എവിടെ എത്തിയെന്ന് എനിക്കൊരു പൊടിയില്ല കേട്ടോ. ഇനി ഇതേ അങ്ങോട്ട് പോവാം. കുറേ ആളുണ്ടെന്നേ ഉള്ളൂ, ഉപദ്രവകാരിയൊന്നും അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ വിട്ടു, പാവങ്ങളല്ലേ. അങ്ങനെ പോയി എവിടെയോ എത്തി. രാവിലെ അല്ലേ, ലേശം നടന്നാൽ നല്ലതല്ലേ എന്നോർത്ത് നടന്ന് ഗൂഗിൾ ചേച്ചിക്ക് വഴി പറഞ്ഞുതരാൻ അറിയുന്നില്ല. ഇപ്പോൾ ഓളും മിണ്ടുന്നേയില്ല. എങ്ങനെ മിണ്ടാനാണ്? പറഞ്ഞുതരാൻ അറിയുന്നുണ്ടെങ്കിലല്ലേ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് വഴി നോക്കുന്നത്. ഇങ്ങനെ മാനം നോക്കിയിരിക്കുകയാണ് ഞാൻ. എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ, കണ്ടെത്തിയിട്ടേ ഇല്ലു മടക്കം. കിട്ടി. അയ്യോ അതല്ല, ഇനി ഇതായിരിക്കുമോ? പോയ വഴിക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ കുറേ നടന്ന് തിരിഞ്ഞ് നമ്മളെ തിരുമല ദേവസ്വം ക്ഷേത്രം കണ്ടു. എന്നാൽ പിന്നെ പുള്ളിക്കാരനോട് കുറച്ച് സങ്കടം പറഞ്ഞു വരാം അല്ലേ. ഹായ് പ്രാവ്, നല്ല രസമല്ലേ? ഇവിടെ വാഹനം പറക്കരുത് കേട്ടോ. പാറ്റോട് ജെന്റിൽമാൻ പ്രാവുകൾക്ക് ഫീഡ് ചെയ്യാണ്. നല്ല രസമല്ലേ കാണാൻ? നല്ല അമ്പലം കേട്ടോ. വലിയൊരു മരം, നിറയെ പ്രാവുകൾ, പിന്നെ നിറയെ താമര ഉള്ളൊരു കുളം ഉണ്ട് കേട്ടോ. കാണിക്കാം. പക്ഷെ എനിക്കത് കണ്ട് മതിയായില്ല. എന്നാലും വിശക്കുന്നതുകൊണ്ടും കുറേ സമയമായില്ലേ നടക്കുന്നേ, ഇങ്ങനെ വിശപ്പില്ലോണ്ട് അതാ കണ്ടോ എന്ത് രസമല്ലേ? നല്ലുണ്ട്. ഞാൻ പിന്നെയും വന്നിട്ട് ഇവിടെ എത്തി നോക്കിയിട്ട് പോയത്. ഒരു പ്രത്യേക രസം അത് കാണാൻ. അതിൽ വെള്ളം കാണുന്നേ ഇല്ല, ഫുള്ള് താമര മാത്രം. അതിൽ കുറേ മറ്റേ പൂജാരിമാരൊക്കെ കടവിലുണ്ടായിരുന്നു. പിന്നെ നമുക്കങ്ങനെ പോയി നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരി, ഞങ്ങൾ ലേശം പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ. എല്ലാവർക്കും സുഖം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സുഖം ഉണ്ടാവും. അതറിഞ്ഞത് എപ്പോൾ അറിയോ? നമ്മളെ കൊറോണ വന്നിട്ടേ, അതുവരെ വിചാരിച്ച് എനിക്ക് എൻ്റെ വീട്ടുകാർക്കും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാവുന്നു. പക്ഷെ അന്ന് മനസ്സിലായി, പോരാ, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഞാൻ ലേശം നടന്നോട്ടെ, നിങ്ങൾ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് മതി. നല്ല രസമല്ലേ കാണാൻ? ഞാനിത് നോക്കി നിൽക്കുമ്പോൾ അനിയേട്ടൻ്റെ അപ്പുറത്ത് മറ്റേ വഴിപാടിൻ്റെ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അനി. അപ്പോൾ ഒരു പ്രായമുള്ള ആൾ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു നോട്ടീസ് എന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ട് ഒരു നോട്ടീസ് കൊടുത്തു. അതിൽ ഫുള്ള് വഴിപാടിൻ്റെ ലിസ്റ്റ്. വെറുതെ ഒരാവശ്യമില്ലാണ്ട് ഞാനും പോയി എത്തി നോക്കി. കൊള്ളാലോ. നേരത്തെ കിട്ടിയ പ്രസാദം കേട്ടോ, കഴിച്ചു. വിശന്നിട്ട് ചെയ്യുന്നുണ്ടായിട്ട്. നല്ല രസമല്ലേ ഇത് കാണാൻ? എന്തോ ഒരു പ്രത്യേക മനസ്സിനൊരു കുളിര്. കണ്ട് തേയുന്നില്ല, അങ്ങനെയല്ലേ പറയാ. ഇതെന്താ അറിയോ? പ്രാവിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് പറക്കില്ലേ, അങ്ങനെ ഒരു വീഡിയോ ആണ് പ്രതീക്ഷിച്ചത്. ഇതെങ്ങനെയൊന്നും അല്ലടേ. ഇവളൊക്കെ ഏടുന്ന് വന്നതിനായിരിക്കും എന്നാണ് ഇവരിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ഫുഡും തരില്ല, വെറുതെ ഇടയിൽ കൂടെ അലമ്പാക്കാൻ വേണ്ടി. കുറേ ഉണ്ട് കേട്ടോ. ഇതാട്ടോ കവാടം, നേരത്തെ കാണിക്കാൻ കഴിഞ്ഞിട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്ന് ശ്രീ മഹാമായ ക്ഷേത്രത്തിലെത്തി. അവിടുന്ന് പിന്നെയും നടന്നു. നേരത്തെ കണ്ടില്ലേ, നമ്മൾ കണ്ടിട്ട് മൈൻഡാക്കാണ്ട് പോയാൽ നമ്മളെ ഭഗവാൻ ചൊടിക്കൂലേ. കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്നാലും ദുർഗാദേവി എവിടെയാണ് പോയെന്നായിരുന്നു അനിയേട്ടൻ പിന്നെയും അന്വേഷിച്ചുകൊണ്ടുവന്ന്. പിന്നെയും ഗൂഗിൾ ചേച്ചിയോട് ചോദിച്ചുകൊണ്ടുവന്നു. ഞാൻ പിന്നെ അവളെ മൈൻഡാക്കിയില്ല. കുറേ സമയം അവൾ വട്ടം തെറ്റിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണനെ കണ്ടിട്ട് മടങ്ങി പോവാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. കണ്ണനല്ലേ? കൃഷ്ണനും കണ്ണനും ഒന്നല്ലേ? അല്ലേ? അതെ. എന്നിട്ട് ഞങ്ങൾ ഒരാളോട് പോയി ചോദിച്ചിട്ടായിട്ടാകുമ്പോൾ വഴി കിട്ടി. അങ്ങനെ നമ്മളില്ലേ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെത്തി. സുഹൃത്തുക്കളെ, നമ്മളെത്തിയിരിക്കുന്നു. തുറക്ക്. പിന്നെ ഗൂഗിൾ ചേച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പുള്ളിക്കാരിക്ക് അതിൻ്റെ ഇടയിലേ പോയിട്ട് ഇപ്പുറത്തേ വന്നിട്ട് അപ്പുറത്തേ വരണമെന്നൊന്നും പറയാൻ അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ എത്തിയിട്ടോ. നല്ല രസമില്ലേ കാണാൻ? വന്ന കാര്യം നടന്നില്ലേ, ഇനി ഇടുന്ന് തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക്. പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് ഒരു ലോട്ടറി സ്റ്റാളിലായിരുന്നു. 1008 നമ്പർ കണ്ടിട്ടായിട്ടാകുമ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ഫുൾ 1 കോടി കിട്ടി എന്താക്കുന്നില്ല പ്ലാനിങ്ങിലായിരുന്നു. ദാസന വിജയനേക്കാളും മേലെ, അതുക്കും മേലെ പ്ലാനിങ്ങിന് ശേഷം നല്ല വിശപ്പായിരുന്നു. അതിന് ശേഷം നല്ല ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബൈ.